പീരുമേട് തട്ടാത്തിക്കാനം പൈൻകാട്ടിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികൾക്കായി ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങി. ലഘുഭക്ഷണവും പാനീയങ്ങളും ലഭ്യമാകുന്ന വിശ്രമ കേന്ദ്രവും ഇൻഫർമേഷൻ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. പൈൻകാട്ടിലേക്ക് കയറുന്നതിന് കവാടവും ടിക്കറ്റ് കൗണ്ടറും തുടങ്ങി. പദ്ധതികളുടെ ഉദ്ഘാടനം വാഴൂർ സോമൻ MLA നിർവഹിച്ചു. എന്നാൽ 1.5 കിലോമീറ്റർ അകലെ കുട്ടിക്കാനത്ത് മന്ത്രി എത്തിയിട്ടും ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എത്താതിരുന്നത് പ്രതിഷേധത്തിനിടയാക്കി. ഉദ്ഘാടന വേദിയുടെ 1.5 കിലോമീറ്ററിനുള്ളിൽ മന്ത്രി ഉണ്ടായിട്ടും പീരുമേട് തട്ടാത്തിക്കാനത്തിൽ നടന്ന എക്കോ ഷോപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയില്ല. പ്രദേശത്തെ വന്യജീവി ശല്യത്തിൽ മന്ത്രിക്ക് നേരെ വ്യാപക പ്രതിഷേധമുയരുമെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് മന്ത്രി വേദിയിലേക്ക് എത്താതിരുന്നത്. ഓൺലൈനായി മന്ത്രി ഉദ്ഘാടനം നടത്തുമെന്നാണ് അറിയിപ്പുണ്ടായതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അതും നടന്നില്ല. തുടർന്ന് വേദിയിൽ ഉണ്ടായിരുന്ന വാഴൂർ സോമൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പീരുമേട്ടിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ തോട്ടാപ്പുര വഴി വളഞ്ഞാക്കാനം 44 മൈലിൽ ഇറങ്ങുന്ന റോഡുണ്ട്. അത് ഒരു കോറിക്കാരനുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് അടച്ചുപൂട്ടി. കോറിക്കാരൻ്റെ തർക്കത്തിലൊന്നും ഞങ്ങൾക്ക് താല്പര്യവുമില്ല, ഞങ്ങളാരും കക്ഷിയുമല്ല. എന്നാൽ ആ റോഡ് അടച്ചു പൂട്ടിയ നടപടിയോട് മന്ത്രി വേദിയിലെത്താത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പീരുമേട് തട്ടാത്തിക്കാനത്തും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ഉൾപ്പെടെയുള്ളവയുടെ ശല്യം വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ മന്ത്രി എത്താതിരുന്നത് ഇവർക്കിടയിൽ പ്രതിഷേധവും നിരാശയും ഉണ്ടാക്കി. വന്യജീവി ആക്രമണത്തിൽ ജില്ലയിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടും വനംവകുപ്പ് യാതൊന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്ത് നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.